നമസ്കാരം. എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം നിയമോപദേശത്തെക്കുറിച്ചാണ്, അഥവാ നിയമോപദേശം തേടേണ്ടുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. പലരും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയതിനു ശേഷം ഓടിപ്പാഞ്ഞ് അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് എത്താറുണ്ട്. ഇത് കൂടുതലും കണ്ടുവരുന്നത് മണി ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. വളരെ വലിയ എമൗണ്ടുകൾ കടം കൊടുക്കുകയും കടം വാങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആരും തന്നെ ഇതിന് വ്യക്തമായ ഒരു രേഖ, അതായത് ഒരു സെക്യൂരിറ്റി വാങ്ങി സൂക്ഷിക്കാറില്ല. ഒന്നുകിൽ ചെക്ക് വാങ്ങി വെക്കുക, അതല്ലെങ്കിൽ പ്രോമിസറി നോട്ട്, അല്ലെങ്കിൽ മറ്റ് എഗ്രിമെന്റ്. ഇങ്ങനെയുള്ള യാതൊരു സെക്യൂരിറ്റിയും തന്നെ വാങ്ങി വെക്കാതെ വളരെ വലിയ എമൗണ്ടുകൾ കൊടുക്കുകയും അതിനുശേഷം ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്, അഥവാ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നത്. പക്ഷേ ഈ വിശ്വാസമൊക്കെ തകർച്ചയിലേക്ക് പോവുകയും പൈസ തിരികെ കിട്ടാതെ വരികയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് ഒരു കേസ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കാനായിട്ട് വരിക. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് യാതൊരു സെക്യൂരിറ്റിയും ഇവർ വാങ്ങി വെച്ചിട്ടുണ്ടാവില്ല. തന്നെയുമല്ല, ഈ ക്യാഷുകളൊക്കെ തന്നെ റെഡി ക്യാഷ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ബാങ്ക് മുഖേനയും അല്ല, ബാങ്ക് ട്രാൻസാക്ഷനും അല്ല. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കറിയാം ഇവര് ഇത്രയും വലിയ എമൗണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യണമെങ്കിൽ അതിനൊരു ഡോക്യുമെന്റ് വേണം. ഈ മണി ട്രാൻസാക്ഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാതെ വരും. പിന്നെ മറ്റു ചില കൂട്ടരുണ്ട്, അവർ സ്വന്തമായി പല കരാറുകളും എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ രേഖ എഴുതി വാങ്ങിയിട്ടുണ്ട്, നമുക്ക് ഇത് വെച്ച് കേസ് കൊടുക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവരും. പക്ഷെ നമ്മളത് വാങ്ങി നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് അതിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കാണത്തില്ല. ഒരു എത്ര രൂപയാണെന്നുള്ളതിന്റെ കൃത്യതയോ അല്ലെങ്കിൽ ഡേറ്റോ അല്ലെങ്കിൽ ഒപ്പ് അല്ലെങ്കിൽ സാക്ഷികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു പൂർണ്ണമായിട്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ എഴുതി ഇത് മതി എന്ന ധാരണയിൽ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള എഗ്രിമെന്റുകൾ അല്ലെ കരാറുകൾ ഒരിക്കലും നമുക്ക് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതൊരു എൻഫോഴ്സബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കില്ല, അതൊരു വാലിഡിറ്റി ഉള്ള ഡോക്യുമെന്റ് ആയിരിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കേസ് കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് തന്നെ വന്ന് നിങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് നിയമോപദേശങ്ങൾ തേടിയതിനു ശേഷം മാത്രം വേണം ഇത്ര വലിയ എമൗണ്ടുകൾ നിങ്ങൾ മണി ട്രാൻസാക്ഷൻ നടത്തുന്നതിന്. പലരും അഡ്വക്കേറ്റിന് ഫീസ് കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. 30-50 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ മാന്യമായ ഒരു ഫീസ് കൊടുത്ത് ഒരു അഡ്വക്കേറ്റിന്റെ സേവനം തേടാതെ നിങ്ങൾ തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അതുപോലെ തന്നെ ഈ കൺസ്യൂമർ കോടതികളിൽ മിക്കതും കാണാറുള്ള ഒരു കാര്യമാണ് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഒരു കരാർ എഴുതി ഉണ്ടാക്കാതെ കോൺട്രാക്ടറും ഈ ക്ലയന്റും, അതായത് വീട്ടുടമസ്ഥനും തങ്ങളിൽ ഒരു വ്യക്തമായ രേഖ, ഒരു എഗ്രിമെന്റ് ഇല്ലാതെ പണിയൊക്കെ തുടങ്ങി പകുതിയാകുമ്പോൾ ഈ കോൺട്രാക്ടർ പണി ഇട്ടിട്ട് പോകും. അപ്പം കുറെ പൈസ ആൾറെഡി ഈ കോൺട്രാക്ടർ വാങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഞ്ചിനീയർ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇതിനൊന്നും തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു രേഖ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇത്ര നാളിനകം പണി പൂർത്തീകരിച്ച് തരാമെന്നും പിന്നെ ഈ ക്യാഷ് കൊടുക്കുന്ന ഇന്ന ഘട്ടങ്ങളിൽ ഇത്ര പണി തീരുമ്പോൾ ക്യാഷ് തന്നുകൊള്ളാമെന്നും ഇങ്ങനെയെല്ലാം വളരെ വ്യക്തമായ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ, ഒരു കോൺട്രാക്ട് ബേസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ വർക്കുകളും മറ്റും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് കോടതിയിൽ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊന്നും എഴുതി ഉണ്ടാക്കാതെ ആയിരിക്കും പലരും അങ്ങോട്ട് ക്യാഷ് കൊടുക്കുകയും പണി പകുതിയാകുമ്പോഴേക്കും ഈ വീട് പണി ഉപേക്ഷിച്ചിട്ട് ഒരാൾ പോവുകയും പിന്നെ അടുത്ത കോൺട്രാക്ടറെ ഏൽപ്പിക്കുകയും ഇങ്ങനെ വലിയ നൂലാമാലകളിലേക്കൊക്കെ പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും അതിന് വ്യക്തമായ ഒരു രേഖ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും, അതായത് ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ വർക്കാണെങ്കിൽ എഞ്ചിനീയർക്കും ഈ വീട്ടുടമസ്ഥനും ഒരുപോലെ പ്രയോജനപ്പെടും. അതുപോലെ മണി ട്രാൻസാക്ഷനിൽ കടം വാങ്ങുന്ന ആളിനും കടം കൊടുക്കുന്ന ആളിനും ഈ ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കും. അയാൾ കടം വാങ്ങിയ തുക തിരികെ തരുമ്പോൾ ഇത്ര തുക തന്നു, ഇന്ന ഡേറ്റിന് തന്നു എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ രേഖയുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചും അത് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എടുത്തു ചാടുന്നതിന് മുൻപാണ് ഒരു അഡ്വക്കേറ്റിനെ കണ്ട് സേവനം ആവശ്യപ്പെടേണ്ടത്. അല്ലാതെ ഈ പൈസയൊന്നും കിട്ടാതെ വരുമ്പോൾ ഓടിക്കതച്ച് വന്നിട്ട് യാതൊരു രേഖയും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനൊരു റെമഡി വാങ്ങി തരിക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടാവും.
അതുപോലെ തന്നെ കടകളിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ നമുക്ക് കൺസ്യൂമർ കോടതിയിൽ കൊടുത്ത് നമുക്ക് ഡെഫിഷ്യൻസിക്ക് വേണ്ടി കേസ് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനെല്ലാം തന്നെ നമ്മൾ ബില്ലുകൾ വാങ്ങി വെക്കണം. അപ്പോൾ ആ ബില്ലുകൾ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിയമപരമായിട്ട് അതിന്റെ പരിഹാരം വാങ്ങിത്തരാൻ ഒരു അഡ്വക്കേറ്റിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ മണി ട്രാൻസാക്ഷനെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കുകളെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനെല്ലാം തന്നെ വ്യക്തമായ ഒരു രേഖ എഴുതി സൂക്ഷിക്കുക. മണി ട്രാൻസാക്ഷൻ നിങ്ങൾ സെക്യൂരിറ്റി വാങ്ങി വെക്കുക. അത് തന്നെയുമല്ല, ഈ മണി ട്രാൻസാക്ഷൻ എല്ലാം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ നടത്തുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാതെ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.